പരമേശ്വരനുണ്ട്. ലക്ഷ്മി ഒന്നുണ്ട് വന്നവരെ ഇപ്പം ഞാൻ വേറെ അവിടെ ഇവിടെ കിടക്കുന്നത് അമ്മേ നാരായണ ദേവി നാരായണ
മർത്യമാംസം തിന്നു തന്നെ കഴിക്കണം. അവരാൽഹതരായുള്ളവരവിടെ തടറിൽ എന്ന സ്വസഹതാക്കൾ നിന്നുണ്ടായി വളരെ മാംസഭോക്താക്കളായുള്ള നരഭുകളെന്ന ചോരമാറ്റി കുടിച്ചങ്ങുപാടി നൃത്തം ചവിട്ടിയിടും. തെറ്റേതും ആർക്കും ചെയ്യാതെ കാട്ടിലോ നാട്ടിലോ മുനെ ജീവിക്കും ആ ജീവികളെന്നും തെറ്റേതും ആർക്കും ചെയ്യാതെ കാട്ടിലോ നാട്ടിലോ മുനെ ജീവിക്കും ആ ജീവികളെ കളിപ്പണ്ടങ്ങളെന്ന പോലെ കിണിവെച്ച് ഉരിച്ചാശൂലങ്ങൾ ചരടിനുവറ്റയിൽ കോർത്തുകൊണ്ടു ശൂലപ്രവൃത്തി വിമതിച്ചു ശൂലാദിയാഹാദി കൊണ്ടു കഴിവനം അന്നേരം ഓർക്കുന്നു സർപ്പങ്ങളെന്ന പോലെ ആ നരകത്തിൽ ഓരോ കൂട്ടരെ ഒറ്റക്കിണറിൽ മുതൽ ജീവജാലങ്ങളെ പൂട്ടിക്കിടന്ന ഒരേ മാനുകൾ നരകത്തിൽ കൊണ്ടുപോയി നിരകത്തിൽ കൊണ്ടുപോയിട്ട് വൃഷ്ടികൾ കൂത്തുകൊപ്പുകളാൽ കഴുകുകൾ വൻപരുന്തുകൾ ഇവ കുത്തിപ്പറിച്ചേറെ ദണ്ഡിപ്പിക്കുക. ധനാഢ്യൻ എന്ന ഭാവത്തിൽ അഹങ്കാരത്തോടും സദാ തിരഞ്ഞു നോക്കൂ. ശങ്കിച്ചു കഴിയാം വിധം വരണ്ട കരളും വെള്ളമെന്നും പറ്റി ശക്തിച്ച വായുമായി കൂലത്താനെന്ന പോലെ ശമ്പളം കാക്കുന്ന മർക്കനെ സൂര്യമുഖാഖ്യം നരകനരനിൽ പണപ്പിശാചന്റെ മേലാക്കെയും തുന്നൽക്കാരൻ എന്ന തുന്നൽക്കാരനെന്ന പോൽ സൂചികൾ പൂർത്തിയിടും. പാപകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇനിയും പല മറ്റൊരു ചൊല്ലാത്തതുമായി ഈ അലനാസ്പദമാം ഭൂമി 100,000 കാണും ധർമ്മം പിഴയ്ക്കാതെ വാഴുമാരന്മാരും വിവിധ ലോകത്തിൽ സ്വർഗപ്രാപ്തിക്കൂ ദേവി സമർച്ചം അത് ചെയ്യിലോ മർത്യൻ നരകത്തിൽ ഭവക്കടൽ കിടക്കുന്നു അവളോ നരകാവിഷ്കാരം എന്ന 23-ാം അധ്യായം സമ്പൂർണ്ണം. ഓം ശ്രീ ലളിതാംബികായേ. നമ്മുടെ പാർവതി പരിണയം എന്ന് പറയുന്ന അതിദിവ്യമായ അതിഭക്തിനിർഭരമായ ഒരു ചടങ്ങ്. ഇത് ഉത്സവപ്പറമ്പിലും കെട്ടുകാഴ്ച പോലെയുള്ള ചടങ്ങല്ല, മറിച്ച് യജ്ഞപ്രധാനമുള്ള ചടങ്ങാണ്. ഞങ്ങളെല്ലാവരും പുറകോട്ട് മാറി അതാത് സ്ഥലത്ത് ഇരുന്നെങ്കിൽ മാത്രമേ അടുത്ത പണം നടക്കൂ. ഞാൻ ആരോടെ നിന്നാലൊക്കെ ഇത്രയും സൗകര്യമുള്ള ഒരു മഹാ സപ്രശാല ഉണ്ടായിട്ട് ആരും മേലാത്തവർക്ക് കസേര, വയ്യാത്തവർക്ക് നമ്മുടെ കസേര കൊടുക്കണം. അല്ലാതെ നമ്മുടെ കാർപ്പറ്റോടൊക്കെ നിൽക്കാണ്ട് ചെറുപ്പക്കാര് കസേര ജീവിക്കുന്നവരെ മാറി കൊടുത്തുകൊണ്ട്
മേലാത്ത വാർദ്ധക്യമുള്ള കാലിരിക്കാൻ മേലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. അവരെ സ്ഥലത്ത് നിർത്തിക്കാട്ട്, അത് ആ സ്ഥലത്ത് നിർത്തിക്കാട്ട് ബഹളം വയ്ക്കരുത്. ബഹളം വയ്ക്കുന്ന കാര്യമല്ല. ഇപ്പോഴത്തെ നമുക്ക് ശ്രീപരമേശ്വരന് കൈലാസത്തിൽ ഇറങ്ങി വരാൻ ലേശം താമസിച്ചു. പുള്ളിയുടെ ഇച്ഛയായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് കാലോചിതമായ താമസത്തോടെ വന്നിരിക്കുകയാണ്. അതൊക്കെ ഭഗവാന്റെ ഇച്ഛയെന്നാണ്. ഇതിൽ കൊണ്ട് പ്രകൃതി നമുക്ക് ഒരുക്കി തരണം. അപ്പം നിങ്ങളിതിൻ്റെ ആധ്യാത്മികത ഉൾക്കൊള്ളണം. ഓർക്കുക, ഇതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇന്ന് ഇവിടെ നടത്താൻ പോകുന്നത് ശ്രീ പരമേശ്വര പരിണയമല്ല, ശ്രീ പാർവതി പരിണയമാണ്. എന്താണ് പാർവതിയെ പറ്റി നിങ്ങൾക്കൊരു സംശയം ദൂരീകരിച്ചിട്ടാണ് നമ്മളെല്ലാ പ്രവർത്തിയും. പാർവതിയെ പരിണയിക്കുന്നത് ഭഗവാനാണ്. പാർവതി ഹിമവാന്റെ പുത്രിയാണ്, സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. എങ്ങനെയാണ് പാർവതിക്ക്, ഇവിടെ ശ്രദ്ധിച്ചാൽ എനിക്ക് എല്ലാം കൂടെ പറ്റത്തില്ല, പരമാവധി കാര്യങ്ങളാണ്. ശ്രീ പരമേശ്വരനെ പാർവതിക്ക് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഭർത്താവായി കിട്ടിയതല്ല. ശ്രീ പരമേശ്വരന്റെ ഭാര്യയായിരിക്കുന്ന പാർവതി പുനർജന്മത്തിൽ സാക്ഷാൽ ഭഗവാന്റെ പത്നിയായി ഇന്ന് സാക്ഷാൽ ദാക്ഷായണിയായിരുന്നു. അതായത് സതീദേവി. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ശിവന് ദളിതനാണ്. ഇന്നത്തെ ഭാഷ വേണമെന്ന് പറയാം. സാക്ഷാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ അധ്യക്ഷൻ എന്ന് പറയുന്നതാണ് സവർണനാണ്. അപ്പം സവർണനായിരിക്കുന്ന കാലോചിതമായി വേണം എൻ്റെ വിഷയം അവതരിപ്പിക്കാൻ. ദക്ഷൻ എന്ന് പറയുന്ന സവർണ മേധാവിയുടെ മകളായിരിക്കുന്ന സതിയെ ദളിതനായിരിക്കുന്ന ശിവൻ കല്യാണം കഴിച്ചതിൽ ശിവന് പരിഭവമുണ്ട്. ക്ഷമിക്കണം, ദക്ഷന് പരിഭവമുണ്ട്. അതുകൊണ്ട് തന്നെ മോള് അഹിതം പ്രവർത്തിച്ചതിൽ മോളെ കെട്ടിയതിനോടും പുള്ളിക്ക് ഉള്ളുകൊണ്ടത് ഇഷ്ടമല്ല. ആ വെറുപ്പ് പ്രകടിപ്പിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണല്ലോ നിങ്ങൾ കേട്ടിട്ടുള്ള വളരെ പ്രശസ്തമായിരിക്കുന്ന ദക്ഷയാഗം. കാരണം ഒരിക്കൽ നമ്മുടെ ദക്ഷ പ്രജാപതി ദേവലോകത്ത് ഒരു ദേവന്മാർ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ പോയി വിശ്വസൃഷ്ടികളെന്ന് പറയും. ആ യാഗത്തിൽ ദക്ഷൻ ചെന്നപ്പോൾ ബ്രഹ്മാവ് വിഷ്ണു ആദ്യമായവരെ എഴുന്നേറ്റു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കണ്ടാൽ ഒരാൾ എഴുന്നേൽക്കുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ വലിപ്പം കൊണ്ടാണ്. പാടില്ല. അത് ആ വീട്ടുകാരൻ്റെ സംസ്കാരമാണ് നമ്മളറിയാം. അപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലൊന്ന് വന്നു, നിങ്ങൾ കസേരയിൽ പത്രം വായിക്കുകയാണ്, നിങ്ങൾ എന്നെ കണ്ടെന്ന് എഴുന്നേറ്റു. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ടോ ഞാൻ അമ്പലത്തിൽ ആചാര്യനായിട്ട് ചെന്നപ്പോൾ അവരെന്നെ കണ്ടുകൊണ്ട് എഴുന്നേറ്റു. അതെൻ്റെ അറിവില്ലായ്മയാണ്, എൻ്റെ അന്ധതയാണ്. എന്നെ കണ്ട് എഴുന്നേറ്റു എന്നുള്ളത് നിങ്ങളുടെ സംസ്കാരമാണ്. എന്നെ കണ്ട് എഴുന്നേറ്റിൽ നിങ്ങൾക്ക് എന്താ എഴുന്നേറ്റെന്താ ഞാനങ്ങ് പോട്ടില്ല. അപ്പം വിഷ്ണുവും ഈ ബ്രഹ്മാവും ഒക്കെ എഴുന്നേറ്റത് അവരുടെ സംസ്കാരത്തിന് പ്രതിഫലനമാണ്. ശ്രീ പരമേശ്വരൻ എഴുന്നേറ്റില്ല. അത് നമ്മളുടെ ഈ ദക്ഷനെ ഒരു ഈഗോ ക്ലാഷ് ചെയ്യാനിടയാണ്. എന്താണ് എല്ലാവരും എഴുന്നേറ്റോ, പിന്നെ എന്താണ് അവൻ മാത്രം എഴുന്നേൽക്കാഞ്ഞത്? അവൻ മറ്റാരും അല്ലല്ലോ, എൻ്റെ പരിമം കൂടിയല്ലേ, അതുകൊണ്ട് അവനൊരു പണി കൊടുക്കണം. പുരാണത്തിൽ എൻ്റെ പണി കൊടുക്കുന്നുള്ള വാക്കൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥലം വാക്കുകളായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ അങ്ങനെ വില കുറഞ്ഞ വാക്ക് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ മാന്യമായ ഭാഷ പറയുകയാണെങ്കിൽ തൻ്റെ മരുമകനായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ അപമാനിക്കണം എന്ന് ആര് നിശ്ചയിച്ചു? ദക്ഷൻ നിശ്ചയിച്ചു. അതിനുവേണ്ടി പുള്ളിക്കാരനോട് ഈ യാഗം നടന്നു. ആ യാഗത്തിൽ സകലമായ ആൾക്കാരെയും വിളിച്ചു, ശിവനെ ഒഴിച്ച്. സമയം സമാധാനമായപ്പോൾ നമ്മുടെ സതീദേവി ഭർത്താവിനോട് പറഞ്ഞു, അപ്പോഴേ പോന്നെ സ്വാതന്ത്ര്യം ചില ഭാര്യമാർ ചില ഉടായ്പൊക്കെ കാണിക്കുമല്ലോ. എവിടെ? പിന്നെ ഒന്നും അറിയാത്ത പോലെ അച്ഛൻ യാഗം നടത്തുന്നില്ല. അങ്ങനെ അച്ഛൻ യാഗം നടത്തുന്നത് നമ്മൾ അറിഞ്ഞില്ലല്ലോ, നമ്മളെ ആരും വിളിച്ചില്ലല്ലോ. പിന്നെ എൻ്റെ അച്ഛൻ യാഗം നടത്തിയിട്ട് പിന്നെ മോനെയും മരുമോനെയും പ്രത്യേകിച്ച് ഒന്ന് വിളിക്കണം. നമ്മൾ അവിടെ ചെന്ന് നടത്തി കൊടുക്കണ്ടില്ലേ മനുഷ്യ? നിങ്ങളെന്താ, നിങ്ങൾക്ക് വരുമൊന്നുമില്ലേ മനുഷ്യ എന്നൊക്കെ സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞു. ഇതൊക്കെ കേട്ടെങ്കിലും എന്ത് ചെയ്തു? ശ്രീ പരമേശ്വരൻ പറഞ്ഞു, നിൻ്റെ അച്ഛനിപ്പോൾ യാഗം നടത്തുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സൽഗുണത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. മാത്രമല്ല നമ്മളെ കുറച്ച് കാണാനും ആക്ഷേപിക്കാനും ഒക്കെയാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അങ്ങോട്ട് പോകണ്ട എന്ന് കട്ടി തന്നെ പറഞ്ഞു. അപ്പം എനിക്ക് പോകണ്ട, എനിക്ക് പോയി അമ്മയും ചേച്ചിമാരി സഹോദരിമാരിക്കൊന്ന് കാണണം, പിന്നെ ഒരിക്കൽ പോകാം. ഈ യാഗം കഴിഞ്ഞിട്ട് ഞാനിവിടെ വരാം. നമുക്ക് അവിടെ ചെന്നിട്ട് എൻ്റെ ചേച്ചിമാരെയും അച്ഛനെയും അമ്മയൊക്കെ നമുക്ക് കാണും. ഈ അവസരത്തിൽ പോയാൽ അനാദരിക്കപ്പെടും. അതുകൊണ്ട് പോകണ്ട എന്ന് കട്ടൻ പ്രായിട്ട് വേണേൽ പറയാൻ, ഇംഗ്ലീഷിൽ പറഞ്ഞു, തീർത്ത് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് പോകണം. ചില പെണ്ണുങ്ങൾക്കൊരു വാശി വരും, ഞാൻ പോകും, പൊയ്ക്കോട് വിരോധമില്ല.
പക്ഷെ അവിടെ പോയി അപമാനിതയായാൽ പിന്നെ ഇങ്ങോട്ട് വരരുത് കൽപ്പിച്ച ശിവനൊക്കെ വളരെ കുറച്ചേ സംസാരിക്കുന്ന വാക്കിന് തൂക്കമായിരിക്കും. ഏതായാലും പെണ്ണ് വിചാരിച്ച എന്തുവാ, എൻ്റെ അച്ഛൻ നടത്തുന്ന യാഗത്തിലേക്ക് ഞാൻ ചെന്നാൽ എൻ്റെ അച്ഛൻ എന്നെ ഒരു കാരണവശാലും അപമാനിക്കില്ല എന്നായിരുന്നു പാവം പെണ്ണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ദക്ഷപ്രജാപതിയുടെ യാഗശാലയിലേക്ക് കടന്നു ചെന്ന ആ സതീദേവി അകത്ത് വരാൻ പോലും അനുവദിക്കാതിരിക്കാൻ വേണ്ടി ശുപാർശ കാവൽക്കാർക്ക് കൊടുത്തിരുന്നു. എങ്കിലും സതി വന്നപ്പോൾ കാവൽക്കാർ തടഞ്ഞത് പറ്റിയൊന്നുമില്ല. സതി മെല്ലെ അങ്ങോട്ട് ചെന്നപ്പോഴാരും ഈ ദക്ഷനെ പേടിച്ച് ആദരിച്ചില്ല എന്ന് മാത്രമല്ല, ദക്ഷൻ പരസ്യമായിട്ട് നിൽക്കവിടെ, എന്തിനാ വന്നേ? യാഗത്തിൽ. ഏത് യാഗം? അച്ഛൻ നിന്നെ വിളിക്കാത്ത യാഗത്തിന് വരാൻ പാടുണ്ടോ? സ്വന്തം മകളോട് പരസ്യമായിട്ടൊരു അച്ഛൻ അങ്ങനെ പറയുന്നു. അപ്പൊ പെട്ടെന്ന് ഓർത്ത് ഭർത്തൃവാക്യം. ഭാരതത്തിന് സംസ്കാരപ്രകാരം ഭർത്താവ് ദേവതുല്യനാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ. അതുവരെ അമ്മ ദേവതുല്യയാണ്, അച്ഛൻ ദേവതുല്യനാണ്. അപ്പം മാതാപിതാ ഗുരു എന്നിവരെ ദൈവമായി കണക്കാക്കി വിവാഹാനന്തരം ഭർത്താവിനെ ഈ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന സംസ്കാരമുള്ള സ്ഥലത്ത് ഈ ഭർത്താവിൻ്റെ വാക്ക് അനാദരിച്ചുകൊണ്ടിവിടെ വന്നത് നിമിത്തമാണ് എനിക്ക് ഈ അപമാനമുണ്ടായതെങ്കിൽ ഇനി എൻ്റെ ഭർത്താവിൻ്റെ ഒരിക്കലും അഭിമാനം ഏത് സ്ത്രീക്കുമുണ്ടല്ലോ, ആ ഭർത്താവിൻ്റെ ഒരിക്കലേക്ക് മടങ്ങിപ്പോകില്ല എന്ന് കരുതിയും അച്ഛൻ്റെ അപമാനം സഹിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതിയും യാഗം നടത്തുന്ന ശാലയിലെ അഗ്നികുണ്ഡത്തിൽ ചാടി സതീദേവി ആത്മാഹൂതി ചെയ്യുമ്പോൾ അവൾ പറഞ്ഞിരുന്നു, ഇനി എനിക്കൊരു ജന്മമുണ്ടായാലും അത് ശ്രീ പരമേശ്വരൻ്റെ പത്നിയായി തന്നെ ജനിക്കണമേ എന്ന്. ആ ഇച്ഛാശക്തിയോടുകൂടി, ആ സങ്കല്പശക്തിയോടുകൂടിയാണ് അഗ്നികുണ്ഡത്തിനകത്ത് സതീദേവി തന്റെ ദേഹത്തെ ഉപേക്ഷിച്ചത്. അത് പല ഭാഗങ്ങളായി ഭാരതത്തിന് 108 ഭാഗങ്ങളിൽ വീണു എന്നും അതൊക്കെ ദേവീ സങ്കേതങ്ങളായിട്ട് നിലകൊള്ളുന്നതൊക്കെ ദേവീഭാവത്തിൽ ഉപായപ്പെടുന്നു സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും മരണസമയത്ത് വാട്ട് യു തിങ്സ് ടു ഹാവ് എന്ന് പറയുന്ന പോലെ അന്ത്യ നാരായണായ സ്മൃതി. നമുക്ക് ഈ ജന്മം ആരെങ്കിലും ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി അത് പരിഹരിക്കാൻ മരണസമയത്ത് ആ ആഗ്രഹം കുറച്ചാൽ അടുത്ത ജന്മം അത് തന്നെ കിട്ടും. അദാനി ആവണം, അംബാനി ആവണം എന്നൊക്കെ ഇപ്പോൾ ആഗ്രഹം നടക്കുന്നില്ലെങ്കിലും അദാനി അംബാനി എന്ന് വിളിച്ച് അങ്ങ് മരിച്ചാൽ ഉറപ്പായിട്ടും അടുത്ത ജന്മമോ വരുന്ന ജന്മങ്ങൾ ഏതെങ്കിലും ഒന്നോ അതുപോലെ ആയി തീരാമെന്ന് ശാസ്ത്രം പറയുന്നു. തെറ്റല്ല. ഞങ്ങൾക്ക് പറഞ്ഞത് ഇടയ്ക്കൊരു വില കുറഞ്ഞ തമാശയ്ക്ക് വേണ്ടിയിട്ടല്ല. ശ്രീ പരമേശ്വരൻ്റെ ഭർത്താവായി വരണം, ശ്രീ പരമേശ്വരൻ്റെ ഭർത്താവായി തീരണമെന്ന് പറഞ്ഞാണ് ഭഗവത് സ്മരണയിലാണ് പെണ്ണ് ശരീരം ഉപേക്ഷിച്ചത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടെല്ലാം എനിക്ക് പറയാനും അതേ ഉള്ളൂ. എങ്ങനെ മരിക്കണം? കൊച്ചുമക്കളെ കളിപ്പിക്കും. വള എണ്ണി നോക്കി കനം ഉണ്ടോ? അവിടെ വളയ്ക്ക് കനം കൂടുതല, എൻ്റെ വളയ്ക്ക് കനം കുറവാണ്, അവിടെ ഇറക്കം കൂടുതല, എനിക്ക് ഇറക്കം കുറവാണ്, അത് കളയണം. ഒരു 10, 60, 65, 20 വയസ്സായവരൊക്കെ ശിഷ്ടകാലം ഈശ്വരനാമ ജപത്തിൽ തന്നെ മുഴുകണം. അന്തി നാരായണായ സ്മൃതി എന്ന് വേദാന്തം. ഇത്തരം കഥ കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. കഥ കേട്ടാൽ മാത്രം പോരാ, എന്ത് സ്മരിച്ച് മരിക്കുന്നുവോ അതായിത്തീരും. ഈശ്വരനെ സ്മരിച്ച് മരിച്ചാൽ നമ്മുടെ ജീവൻ ഈശ്വരനെ ചെന്ന് ചേരും. അതുകൊണ്ടാണ് ഈ സതീദേവി മേന എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിമവാന്റെ ഭാര്യയും ഹിമവാന്റെ അച്ഛൻ ഹിമവാന്റെയും മേനയുടെയും പുത്രിയായിട്ട് ജനിച്ചെന്ന് പറഞ്ഞാൽ അവർ പെറ്റില്ല. മറിച്ച് ഹിമവാനൊരിക്കൽ കുടിക്കാനായിട്ട് സരസി ചെന്നപ്പോൾ അവിടെ താമരപ്പൂവിനകത്ത് ഒരു കുഞ്ഞ് കിടക്കുന്ന കണ്ടു. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. അതൊക്കെ അപ്പം തന്നെ അവിടെ സതിയുടെ പുനഃസൃഷ്ടിയാണ്. ആ കുഞ്ഞിനെ എടുത്ത് തൻ്റെ പൊന്നോമന പോലെ വളർത്തി കൊണ്ടുവരികയാണ്. പൂർവ്വസ്മൃതി കൊണ്ട്, പെണ്ണിന് പൂർവ്വസ്മൃതി കൊണ്ട്, അതായത് ഇപ്പം മരിച്ചുപോയ സതി ജനിക്കുമ്പോൾ തന്നെയും താൻ ശ്രീപരമേശ്വരി ഭർത്താവായി വരണമെന്നുള്ള പൂർവ്വസ്മൃതി കൊണ്ട് കുഞ്ഞ് യുവത്വത്തിലേക്ക് നീങ്ങിയപ്പോൾ അയ്യോ പരമേശ്വര ചിന്ത വന്നു. പരമേശ്വര ചിന്ത പൂർവ്വജന്മത്തിൽ താൻ സതിയാണെന്ന് എൻ്റെ കെട്ടിവരാനുള്ള ധാരണയിലല്ല, പരമേശ്വര ചിന്ത വന്നു. ആ പരമേശ്വരൻ തന്നെ ഭർത്താവായി വരണമെന്ന് ആഗ്രഹിച്ച് ഈ പർവ്വതത്തിൻ്റെ ഹിമാലയ പർവ്വതത്തിന് താഴെ തപസ് തുടങ്ങി. വളരെ പ്രസിദ്ധമാണ് കുമാരസംഭവം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ ശ്രീപരമേശ്വരനോ സതി ഹോമാഗ്നിയില് ഹതയായുള്ള വസ്തുത അറിഞ്ഞപ്പോൾ പുള്ളി ആകപ്പാടെ അത്യധികം കോപിഷ്ഠനായി. അദ്ദേഹം എന്ത് ചെയ്തു? അതിൻ്റെ കോപത്തിൻ്റെ ശക്തി എങ്ങനെയാണ് പ്രകടമായതെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം കിങ്കരന്മാരെല്ലാവരും കൂടി ദക്ഷൻ്റെ ശാലയിലേക്ക് വന്ന് ദക്ഷനെ വരെ കൊന്നു. അവിടെ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം കൊന്നു. ദക്ഷശാലയെല്ലാം നശിപ്പിച്ചു, ആകെ നശൂർണമാക്കി, സർവനാശങ്ങൾ പരത്തി. പിന്നീട് ദേവന്മാരിടപെട്ട് വെട്ടിക്കളഞ്ഞ ദക്ഷൻ്റെ തലയിൽ ഒരാടിൻ്റെ തലയൊക്കെ വെച്ച് പിടിപ്പിച്ച യജ്ഞം പൂർണ്ണമാക്കിയ കഥ വേറെയാണ്. എങ്കിലും അന്ന് തൊട്ട് സതീദേവി അത്രയ്ക്ക് ഉള്ളിൽ സ്നേഹിച്ചിരുന്ന സാക്ഷാത് ശ്രീ പരമേശ്വരൻ
എല്ലാം ഉപേക്ഷിച്ച് അത് നിസ്സംഗനായി തുടർന്നു. അത് കാമമെന്നൊരു വികാരമില്ല. സ്ത്രീകൾ കല്ലും മണ്ണുമെല്ലാം ഒരുപോലെയായിരിക്കുന്ന അവസ്ഥയിലെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താരകാസുരൻ്റെ ശല്യം കൂടിയത്. താരകാസുരൻ്റെ വരം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? ശിവപുത്രന് മാത്രമേ എന്നെ കൊല്ലാൻ കഴിയാവൂ എന്നാണ്. അപ്പോൾ ശിവപുത്രന് മാത്രമേ തന്നെ കൊല്ലാൻ കഴിയുമെന്നുള്ള വരം താരകാസുരൻ വാങ്ങിച്ചിരിക്കെ ശിവൻ തപസ്സിലിരുന്നാൽ ശിവന് കൊച്ചുകളുണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും? അസുരന്മാർ അത്യധികം ശക്തന്മാരായിപ്പോയി. അതിനെ എത്തിയിരിക്കാൻ ദേവന്മാരിടപെട്ടു. ദേവന്മാർ പറഞ്ഞു, ശ്രീ പരമേശ്വരൻ തപസ്സിൽ മുഴുകിയിരിക്കുന്നതായിട്ടുള്ള ഈ ശിവനെ സാധാരണക്കാർക്ക് തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഈ കാമവാസന ഉളവാക്കാൻ, പ്രേമം, സ്നേഹം, ഇതൊക്കെ പറഞ്ഞ് വേണ്ടാതീനങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് കാമദേവനെ അയച്ചു. കാമദേവൻ എന്ന് പറയുന്നത് കേട്ട മലരമ്പൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? മലരമ്പനറിഞ്ഞില്ല എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? മധുമാസം, ഇതൊക്കെ അമ്പനെ കുറിച്ചാണ്. മലരമ്പൻ്റെ പ്രത്യേകത അങ്ങനെ 5 തരം അമ്പിരിപ്പുണ്ട്. 5 തരം അമ്പല്ല, 5 തരം അമ്പിരിപ്പുണ്ട്. എന്തൊക്കെയാണ്? ചൂടം, തവമാലിക, നീലോൽപ്പലം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള അതിലേതേത് അമ്പാണോ എടുത്ത് അയക്കുന്നത് ആ അമ്പനുസരിച്ച് വ്യക്തി കാമവികാരമുണ്ടാവും. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ശിവനെ കാമദേവൻ ഒളിച്ചു വന്ന് അമ്പെയ്ത് അദ്ദേഹത്തെ ലൗകികത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഉടർന്ന് ശിവൻ പെട്ടെന്ന് ലൗകികനായെങ്കിലും തൻ്റെ മേൽ അസ്ത്രമയച്ച കാമദേവനെ 3ാമത്തെ കട തുറന്ന് കൊന്നു കളഞ്ഞിരുന്നു. അപ്പോൾ കാമബാധിതയായ അദ്ദേഹം ഈ ഇളയ പെണ്ണുങ്ങളെ കണ്ടാൽ നോക്കാനും മിണ്ടാനും പറയാനൊരു മാനസികാവസ്ഥ ആർജിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പാർവതി ദേവി തന്നെ ഭർത്താവായി കിട്ടുന്നുള്ള ആഗ്രഹത്തിലുള്ള തപസ് ചെയ്യുന്നുണ്ട്. ആ തപസ്സൊക്കെ വളരെ ഗംഭീരമായ തപസ്സാണ്. സമയം കുറവായിപ്പോയില്ല. 2 തപസ്സിലുള്ള ശ്ലോകങ്ങളൊക്കെ നമ്മൾ ചെല്ലി കേൾപ്പിക്കാമായിരുന്നു. സ്മിതാ പത്മശുദ്ധാടിതാദരക, അതായത് യേശുദാസ പാടിയ വളരെ പ്രശസ്തമായൊരു പാട്ടുണ്ട്. മനസ്വിനി ഉണരും എന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിന് ആദ്യം തുടങ്ങുന്നത് ഇതാണ്. അതായത് ഈ പാർവതി ദേവിയുടെ തപസ്സാണ്. ആ തപസ്സിൻ്റെ മൂർത്ത രൂപത്തിൽ 1000 തപസ് ചെയ്താൽ നിങ്ങളും ഞാനുമൊക്കെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടാതിരിക്കില്ലല്ലോ. ആ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ശ്രീ പരമേശ്വരൻ എന്നെ കാമിച്ചിരിക്കുന്ന പാർവതി സതിയാണെന്ന് തിരിച്ചറിഞ്ഞു. ആ സതീദേവി പാർവതി ഭാവത്തിൽ പുറജനിച്ചിരിക്കുന്നു. എന്നാൽ ആ പെണ്ണിൻ്റെ പ്രേമം ശരിക്കും നിഷ്കളങ്കമാണോ, എന്നിൽ തന്നെയാണോ, അതോ ഏതെങ്കിലും തരത്തിൽ ദുരുദ്ദേശപരമാണെന്ന് തിരിച്ചറിയുന്നതായിട്ട് ഈ പാർവതിയെ പരീക്ഷിക്കുന്ന ഒത്തിരി രംഗങ്ങളുണ്ട്. അതനുസരിച്ച് ഒരു കിളവനായിട്ട് വേഷം കെട്ടി ഭിക്ഷ ചോദിക്കാൻ നമ്മൾ തപസ് ചെയ്യുന്ന പാർവതിയോട് ആ പാർവതി ദേവി ഒരു ഭിക്ഷാശക്തി വന്നാൽ ഭിക്ഷ കൊടുക്കുമല്ലോ. ഭിക്ഷ കൊടുക്കാനായിട്ട് വന്നപ്പോൾ എന്താ കുഞ്ഞെ നീ ആകെപ്പാടെ തപസ് ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നല്ലോ, നീ എന്താ തപസ് ചെയ്യുന്നത്, നീ ഏതോ പുരുഷനെ ആഗ്രഹിച്ച് തപസ് ചെയ്യുന്നവർ തോന്നുന്നല്ലോ എന്നൊക്കെ ആ ഋഷിയായി വന്ന പരമേശ്വരൻ പറഞ്ഞപ്പോൾ അതെ മഹാപ്രഭു, ഞാൻ ശ്രീ പരമേശ്വരൻ എന്ന് പറയുന്നതായ ദേവനെ ഭർത്താവായി കിട്ടാൻ തപസ് ചെയ്യാണ്. ശ്രീ പരമേശ്വരനോ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളവേഷത്തിൽ വന്ന ശ്രീ പരമേശ്വരൻ ഒത്തിരി ആക്ഷേപിച്ചു ശ്രീ പരമേശ്വരനെ. എങ്ങനെയാണ്? അവന് ആരെങ്കിലും കല്യാണം കഴിക്കുമോ? കുടിയില്ല, നനയില്ല, മുൻപ് ഉടുക്കത്തില്ല, ആകപ്പാടെ ശ്മശാനത്തിലാണ് കിടപ്പ്, ഇങ്ങനെയൊക്കെ ഒരുപാട് പരിഹസിച്ചപ്പോൾ പറഞ്ഞു നിർത്തടോ ഞാൻ പറഞ്ഞ നിർത്ത്, ഇനി ഒരു വാക്കെങ്കിലും നിങ്ങൾ ശ്രീ പരമേശ്വരനെ കുറിച്ച് അപകസിച്ച് പറഞ്ഞാൽ എൻ്റെ വിധം മാറും എന്ന് നിഷ്കളങ്കമായ ഭക്തിയിൽ താൻ ഇച്ഛിക്കുന്ന പുരുഷനിൽ തൻ്റെ പ്രേമത്തെ സമർപ്പിക്കുകയും ആ സമർപ്പണത്തെ എതിർക്കുന്നവനെ അധിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിരിക്കാം. നിജസ്ഥിതി ബോധ്യപ്പെട്ടുകൊണ്ട് ശ്രീ പരമേശ്വരൻ ചെന്ന് പാർവതി ദേവിയെ സ്വയമേവ വിവാഹം കഴിക്കുന്നു, പാർവതിയെ പരിണയിക്കുന്നു. ഇതാണ് സംഭവം. നമ്മളത് പ്രതീകാത്മകമാക്കുന്നത് എങ്ങനെയാണ്? നോക്കുക, പാർവതി കൂടപ്പുണ്ടായി ഇപ്പോൾ ഇത്രയും കുട്ടികളെ ഒരുക്കാനും ശിവനെ കൊണ്ടുവരാനൊക്കെ നമ്മുടെ കൂട്ടുള്ള ഒരു അമ്മ വളരെ കഷ്ടപ്പെട്ടു. എന്താ അമ്മയുടെ പേര്? പൊന്നമ്മ അല്ലേ? പൊന്നമ്മ അല്ലേ? ശരിക്കും പൊന്നമ്മ തന്നെയാണ്. ഈ അച്ഛത്തിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടി. അതിന് ശിവനൊക്കെ വരാൻ താമസിച്ചപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വിഷമിച്ചത് ആ അമ്മ തന്നെയാണ്. ഇത്രയും കുട്ടികളെയുമെല്ലാം ഒരുക്കി ആ ശ്രീപരമേശ്വരനൊക്കെ വളരെ പാടുപെട്ട് താമല്ലാക്കലിരുന്ന് ഒരുങ്ങുകയാണ്. അവിടെ നിന്നെല്ലാം ഒരുക്കി കാറ് പിടിച്ച് അമ്പലത്തിൽ ഇവിടെയാണ് വന്നിരിക്കുന്നത്, മറിച്ച് ആ അമ്പലത്തിലാണ് വരണത്, അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് നീങ്ങാം. ഇത്രയും പറഞ്ഞത് നമ്മുടെ ഒരു ഇച്ഛാശക്തി, ഭഗവാനെ ആഗ്രഹിച്ചിരിക്കുന്നവളാണ് പാർവതി ദേവി. ആ പാർവതി ദേവി തന്നെയാണ് നമ്മുടെ യജ്ഞശാലയിൽ ഇപ്പോൾ തൽക്കാലം. അതുകൊണ്ട് നമ്മുടെ പാർവതി വേഷം കിട്ടിയ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. പാർവതിയുടെ സവിധത്തിലേക്ക് ഭഗവാൻ വരുന്നു എന്നതുകൊണ്ടാണ് ഈ ഘോഷയാത്രയിൽ പാർവതിയെ പങ്കെടുപ്പിക്കാഞ്ഞത്.
അത് യുക്തി കൂടെ വരാനോ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയണ്ടേ. എന്താ ചേട്ടാ 8 പേരെ അവൻ കൂടെ കൊണ്ടുവന്നല്ലോ, പിന്നെ പാർവതിയായിട്ട് വേഷം കെട്ടി വന്നു, അവിടെ എന്താ കൊണ്ടുപോയത്, എൻ്റെ മോളായിട്ടാണോ എന്നുള്ള രീതിയിലൊക്കെ മാറിയ നാണം കണ്ട സംസാരം ഇവിടെ നിന്നും ഉണ്ടാവത്തില്ലെങ്കിലും ഉണ്ടാകുന്ന മേഖലകളുണ്ട്. അവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ശ്രീപരമേശ്വരൻ പാർവതിയുടെ ശബ്ദത്തിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് പാർവതിയെ നിങ്ങളാരും കാണാതെ അവിടെ നിർത്തി ഇവിടെ പാർവതിയോടൊപ്പം ശിവനോടൊപ്പം വന്ന ആൾക്കാർ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഇതേ കൊണ്ടുവന്ന് നോക്കുമ്പോൾ പാർവതിയാണ് യജ്ഞശാലയിൽ ഇരിക്കുന്ന അതേ ദേവിയെയാണ് ഇവിടെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇനിയും നമുക്ക് നടത്തേണ്ടത് വിവാഹം എന്നൊരു കടമയാണ്. 2 വാക്ക് പറഞ്ഞാൽ മതി, വിവാഹം നടക്കും. പക്ഷെ അതിന് മുൻപായിട്ട് ഈ ചടങ്ങുകൾ കൊണ്ട് നമുക്കെന്താ ഗുണം? വന്നിരിക്കുന്ന ശ്രീപരമേശ്വരനെ പൂജിക്കേണ്ടേ? ശ്രീപരമേശ്വരൻ നമ്മുടെ നാട്ടിൽ ഇവിടെ വിളിച്ചിരുത്തി വെറുതെ എത്തിയാൽ മതിയോ? അദ്ദേഹത്തെ പൂജ ചെയ്യണം. ശ്രീപരമേശ്വര പൂജയുണ്ട്, നടക്കാവുന്ന കാര്യമാണ്. ശ്രീപരമേശ്വര പൂജയുണ്ട്. ആ ശ്രീപരമേശ്വരൻ ഇടം വർദ്ധമായിട്ടിരിക്കുന്നുണ്ട് 8 ലക്ഷ്മിമാരെ. ആ ലക്ഷ്മിമാരെ പൂജിച്ച് നാം ആദ്യം ഐശ്വര്യം ഉണ്ടാക്കാൻ ശ്രമിക്കില്ലേ? അപ്പം നമ്മൾ രണ്ടും ഇവിടെ ചെയ്യും. അപ്പം ആദ്യം ചെയ്യുന്നത് ലക്ഷ്മി പൂജയാണ്, അത് കഴിഞ്ഞാൽ ശ്രീപരമേശ്വര പൂജയാണ്, അത് കഴിഞ്ഞാൽ പാർവതി പൂജയാണ്, അത് കഴിഞ്ഞാൽ കല്യാണം. ഇതെല്ലാം 30 മിനിറ്റുള്ളിൽ നടന്നിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അഷ്ടലക്ഷ്മി പൂജയിലേക്ക് പോവുകയാണ്. അഷ്ടലക്ഷ്മി പൂജ തിരുമേനി നേരിട്ട് വന്ന് ഈ ലക്ഷ്മി ഭാവത്തിലുള്ള ദേവിമാരെ പൂജിക്കാൻ പോവുകയാണ്. തയ്യാറെടുത്തുകൊള്ളുക. ഹരിയോ ഹരി. അഷ്ടലക്ഷ്മി പൂജ എല്ലാവരും അതാത് സ്ഥലങ്ങളിരിക്കണം. ഇതൊക്കെ കാണണം, ഇതൊക്കെ വേണ്ടത് ചിത്രീകരിച്ചു കൂടെ വെച്ചോളൂ. എനിക്ക് ചിത്രീകരിക്കണം എന്ന് ലൈവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ രണ്ടും കൂടെ ഒപ്പത്തില്ലല്ലോ. ഞാൻ അറിഞ്ഞു വന്ന് ലൈവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങളത് വേണ്ടി വന്നാൽ ഇട്ടാനും കുഴപ്പമൊന്നുമില്ല. ഹരിയോം ഹരി. നമുക്ക് അഷ്ടലക്ഷ്മി പൂജയിലേക്ക് പോകാം. വിധി വെച്ചത് ഇന്നത്തെ ശാസ്ത്രം പറയും. തിരുവേലി പൂജിക്കാനിരിക്കുക, തിരുവേലിക്ക് ഇവിടെ നിന്നും പൂജിക്കാം, അവിടെ നിന്നും പൂജിക്കാം. അപ്പം ഞാൻ തിരുവേലിയോട് ചോദിക്കുകയാണ് എവിടെ നിന്ന് പൂജ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയും. അദ്ദേഹം പറയുന്ന ക്രമത്തിലാണ് പോയി ഒരു കാര്യം ചെയ്യും. അദ്ദേഹമാണ് പറയുന്നതെങ്കിൽ പിന്നെ ഒരു പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്താന്ന് പറയും. എൻ്റെ പൊന്നമ്മ ചേച്ചി പോണ്ടല്ലോ, ആ 8 ലക്ഷ്മിമാർ പൊന്നി ലക്ഷ്മിമാരെ എവിടെ നിന്ന് ഇവിടെ തൊട്ട് അവിടെ വരെ പൂജിക്കണം, എവിടെ നിന്ന് പൂജിക്കണം എന്ന് ചേച്ചി പറഞ്ഞു കൊടുത്താണ് അതനുസരിച്ച് പൂജ നടത്തും. അതല്ലോ അവിടെ നിന്ന് പൂജ ചെയ്യണം. ശരി, അപ്പോൾ അതിനൊരു ഫലമുണ്ട് കേട്ടോ. ശരി, നമുക്ക് അവിടെ നിന്ന് പൂജ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ആ ലക്ഷ്മിയെ നോക്കണം. ലക്ഷ്മിയെ നോക്കിയതുകൊണ്ട് പൂജയാവുന്നുണ്ടോ? ആരാണ് ലക്ഷ്മി എന്ന് അറിയണ്ടേ? ആ ലക്ഷ്മി ഒന്ന് പരിചയപ്പെട്ടു. എല്ലാവരും ശ്രദ്ധാപൂർവ്വം ഇരിക്കണം കേട്ടോ, നല്ലപോലെ ശ്രദ്ധാപൂർവ്വം ഇരിക്കണം. ഈ ലക്ഷ്മിയാണ് ആദിലക്ഷ്മി. ആരാണ്? മിണ്ട ഞാൻ ഒറ്റ ശാസ്ത്രത്തിലെ സംസാരിക്കട്ടെ. ആരാണ് ആദിലക്ഷ്മി? ആരാണ് ആദിലക്ഷ്മി? പരമ്പൊരുളായിരിക്കുന്ന പരമേശ്വരി, ലോകമാത. ഈ പ്രപഞ്ചം ഏതൊന്നിൽ നിന്നുണ്ടായോ, ഈ പ്രപഞ്ചം ഏതൊന്നിൽ നിലനിൽക്കുന്നുവോ ആ പരമമായിരിക്കുന്ന ചൈതന്യമാണ് സാക്ഷാൽ ജഗദംബ, ആദിപരാശക്തി. ആദിപരാശക്തിയിൽ നിന്നാണ് ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളത്. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അടക്കം ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും ഉത്ഭവം സാക്ഷാൽ ആ പരമ്പൊരുളായിരിക്കുന്ന ആദിപരമമായ ശക്തിയിൽ നിന്നാണ്. എല്ലാവരും ആയിരിക്കുന്ന ദേവിയൊന്ന് നോക്കിക്കോളൂ, കൈയൊന്ന് തൊഴുതുകൊള്ളൂ. ഇപ്പൊ പ്രാർത്ഥിച്ചോളണം. ഇതാണ് പ്രപഞ്ചത്തിലെ ആദ്യ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന പരമ്പൊരുൾ ആദിലക്ഷ്മി. സുമരസവന്ദിര സുന്ദരി സഹോദരി ഹേ മംഗള
ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓം ശ്രീ മഹാദേവി നമ. ഇച്ചിരി വേഗത്തിൽ ചെയ്യും, ഇത് വിസ്തരിക്കാൻ സമയത്ത് നമുക്ക് 1 മണിക്കൂർ ഇടയ്ക്ക് നഷ്ടം വന്നുപോയി. അടുത്തത് ധാന്യലക്ഷ്മി. ആ ദേവിയെ നോക്കിക്കൊള്ളണം, ദേവിയെ ഇരുത്തുകയും വേണം. അതിൻ്റെ ഫലശ്രുതിയൊക്കെ ഞാൻ പിന്നീട് പറയും. നമുക്കറിയാം, ഭാരതം ഒരു കാർഷിക രാജ്യമാണ്. ധാന്യമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒക്കില്ല. ധാന്യമാണ് പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെ നിലനിർത്തുന്നത്. അന്നാഭവന്തി ഭൂതാനി പർജന്യാൽ അന്നസംഭവ യജ്ഞാഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ എന്ന ഗീത. അതായത് അന്നം വേണം. അന്നമില്ലെങ്കിൽ ലോകം പോയില്ലേ. അപ്പോൾ അന്നം ഉണ്ടാകുന്നത് ധാന്യത്തിലൂടെയാണ്. അന്നവും ധാന്യവും ഒന്ന് തന്നെയാണല്ലോ. നമ്മുടെ രാജ്യം ഒരു കാർഷിക രാജ്യമാണ്. എളുപ്പം കേൾക്കണം, എളുപ്പം പറയുന്നത് തൃപ്തി പകൽ സമയം ഇപ്പോൾ തന്നെ 11:45. ഇതൊരു 11 മണിക്കെങ്കിലും തുടങ്ങിയെങ്കിൽ വിസ്തരിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ അറേഞ്ച്മെൻറ്റ് നടത്തിയിരുന്നെങ്കിലും പറ്റിയില്ല. അമ്മയുടെ ഇച്ഛ ഇങ്ങനെയായി തീർന്നുള്ളൂ. എങ്കിലും ഒന്ന് കുറയ്ക്കാതെ വേഗത്തിൽ പറയുകയാണ്. ഒരു കാർഷിക രാജ്യമായി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കുട്ടനാട്ടിലും പാലക്കാട്ടിലും ഒക്കെ ധാരാളം ആൾക്കാർ കൃഷി ചെയ്യുന്നില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൊയ്ത്ത് സമയമാകുമ്പോൾ നമുക്കറിയാം ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിച്ചിട്ടാണ് ഈ കൃഷി ചെയ്തത്. പലരുടെയും കൊയ്ത് കഴിഞ്ഞു. ഒരാളുടെ 50 ഏക്കർ കൊയ്യാൻ കിടക്കുന്നു. ഒറ്റ മഴ രാത്രി അവനെല്ലാം നശിച്ചില്ലേ, എല്ലാം നശിച്ചില്ലേ. അപ്പം നഷ്ടം വരാൻ അധികം സമയമൊന്നും വേണ്ട. അങ്ങനെയൊക്കെയുള്ള കർഷകർ നമ്മുടെ അമ്മയുടെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കും. അമ്മേ, നാളെ കൊയ്ത്താണ്, കാത്തോടണേ എന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം തന്നെ ഒരു മഴയുടെ ലക്ഷണം വന്നു. നമ്മളെല്ലാം പ്രാർത്ഥിച്ചു, അമ്മേ ഭഗവാൻ എഴുന്നള്ളത്താണ്, കുട്ടികളൊക്കെ ആയിട്ട് വരേണ്ടതാണ്, ഒന്ന് കാത്തോടണേ എന്ന് പ്രാർത്ഥിച്ചു. ഈ കൂട്ടത്തിലുണ്ട്. ഒന്നമ്മ ചേച്ചി ഏതായാലും പ്രാർത്ഥിച്ചു കാണും. സ്വാഭാവികമായിട്ടും ഞാനും പ്രാർത്ഥിച്ചു. കാര്യം മഴ പെയ്താൽ ഇതെല്ലാം അലമ്പാവും. ഇനിയിപ്പോൾ മഴ പെയ്തുകൊണ്ടട്ടെ, ഭഗവതി കാത്തില്ലേ. അതുപോലെ ആപത്ത് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിക്കും, എൻ്റെ കൃഷി. അപ്പോൾ അവർക്ക് അത് മാത്രം മതി, എല്ലാം വേണ്ട, കൃഷി രക്ഷിച്ചാൽ മതി. അങ്ങനെ ഏതൊരു കർഷകനാണോ പ്രയാസപ്പെട്ട് കൃഷി ഇറക്കി അവൻ്റെ കാർഷിക വിളകൾ കൂടാതെ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജഗദമ്പയുടെ അരികിലേക്ക് വരുന്നത് അവരെ രക്ഷിക്കാൻ സാക്ഷാൽ കോളത്തമ്മ, സാക്ഷാൽ ജഗദമ്പ അവരരികിലേക്ക് ചെല്ലുന്നത് ധാന്യലക്ഷ്മി ഭാവത്തിലാണ്. അതുകൊണ്ട് കാർഷിക മേഖലയിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ കൃഷിയുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിച്ചുകൊള്ളൂ. ധാന്യലക്ഷ്മി. മൂന്നാമതിരിക്കുന്ന ലക്ഷ്മി. അമ്മമാരെ പെൺകുട്ടികളൊക്കെ പ്രത്യേകം ആരാധിക്കേണ്ട പൂജിക്കേണ്ട ലക്ഷ്മി. ആരായിരിക്കാം ആ ലക്ഷ്മി? ധൈര്യലക്ഷ്മി. ആരാണ് ലക്ഷ്മി? എന്നാൽ അല്പധൈര്യത്തിൻ്റെ കുറവുകൊണ്ട് പീഡനത്തിന് വിധേയരാകുന്ന എത്ര കുട്ടികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എത്ര സ്ത്രീകൾ അപമാനിതരായിക്കൊണ്ടിരിക്കുന്നു. ഉപദ്രവിക്കാൻ വേണ്ടി വരണവൻ മുഖത്ത് നോക്കിയിട്ട് പടാ എന്ന് പറയാനുള്ള ധൈര്യമില്ലായ്മ കൊണ്ട് എത്രയെത്ര ജീവിതങ്ങൾ തകർന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ലാക്ക് ഓഫ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികതയുടെ അഭാവം. നിത്യേന വന്ന് ഈ അമ്മമാരെ പൂജിച്ച് പോകുന്ന യഥാർത്ഥ ഒരു പെൺകുട്ടി കുട്ടിക്കാലം പോലെ നാമം ജപിച്ച് പോവുകയാണെങ്കിൽ അതൊക്കെ ഇട്ടമില്ലാത്ത ഒരുത്തം വന്നേച്ച് എന്തെങ്കിലും ഗിരിപ്പ് പറഞ്ഞൊരു ഒറ്റ നോട്ടം നോക്കും. ആ നോട്ടത്തിനകത്ത് ശക്തനായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ചൂളിപ്പോകും, ഒതുങ്ങിപ്പോകും. അതാണ് വേണ്ട ധൈര്യം. ഒറ്റയ്ക്ക് താമസിക്കുന്ന എത്രയോ അമ്മമാരുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. പലപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഭീതിയൊക്കെ കൂടുന്നത്. അവിടെ ഈശ്വരനാമം ജപിച്ച് കിടക്കാൻ കഴിയട്ടെ. വിസ്തരിക്കുന്നില്ല, ഒത്തിരി വിസ്തരിക്കേണ്ട ഭാഗമാണ്. സമയക്കുറവുകൊണ്ട് വിസ്തരിക്കുന്നില്ല. അപ്പോൾ പരിമിതികളെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ധൈര്യം വേണ്ടി വരും. നമുക്കറിയാം, ഒരു ഗോവിന്ദച്ചാമി ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ഉരുട്ടിയിട്ട് കൊന്ന് ബലാത്സംഗം ചെയ്ത് കൊന്നത് അറിയാൻ സാധിക്കുന്നു. സൗമ്യയുടെ മരണത്തെക്കുറിച്ച് അറിയാം. എത്രയെത്ര പെൺകുട്ടികൾ ഏതെല്ലാം തരത്തിലാണ് ഒരു ഡോക്ടർ വന്ദന കൊട്ടാരക്കരയിൽ നിങ്ങൾക്കറിയാൻ സാധിക്കുന്നു. ചികിത്സിക്കാൻ വന്നവനാ പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ട് അവരെ കയറി പിടിച്ചു, അവരെടുത്തു, തല്ലിക്കൊന്നങ്ങ് പോയി. അപ്പൊ എന്ത് ചെയ്യും? എതിർക്കാൻ കഴിയുന്നില്ല. ഏത് രീതിയിലും ഒറ്റ നോട്ടം കൊണ്ട്, ഒരു ഭാവം കൊണ്ട്, ഒരു ഭാവഭാവാദികൾ കൊണ്ട് അകറ്റി നിർത്തണം ദുഷ്ടതയെങ്കിൽ അതിനുള്ള ധൈര്യം, ശക്തി വേണം. ജഗദമ്പ തരട്ടെ. ധൈര്യം കുറഞ്ഞ ആൾക്കാര് മൂന്നാമതിരിക്കുന്ന ദേവിയെ പ്രാർത്ഥിക്കുക. അമ്മയും ഏത് പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മ നിങ്ങളിലേക്ക് വരുന്നത് ധൈര്യലക്ഷ്മി ഭാവത്തിലാണ്. ഹരി ഓം. അടുത്ത ലക്ഷ്മി ധൈര്യലക്ഷ്മി. സുരഗ
സാധുജനാശ്രിതപാദയുനേ ജയ ജയ ഹേ മധുസൂദനകാമിനി ശ്രീലക്ഷ്മീ സദപാദയമാ ജയ ജയ ഹേ മധുസൂദനകാമിനി ശ്രീലക്ഷ്മീ സദപാദയമാ ധൈര്യലക്ഷ്മീ സദപാദയമാ. ഇനി നമുക്ക് അടുത്തിരിക്കുന്ന ലക്ഷ്മി, നാലാമത്തെ ലക്ഷ്മി, നാട്ടുകാർക്ക് അത്ര പരിചയമുള്ള ലക്ഷ്മിയല്ല. ആ ലക്ഷ്മിക്ക് ഗജലക്ഷ്മി എന്ന് പറയും. ഏതാണ് ഈ ഗജലക്ഷ്മി? പണ്ടൊക്കെയുള്ള രാജാക്കന്മാർക്ക് യുദ്ധത്തിന് വേണ്ടി അവർ പട്ടാളത്തെ നേരിട്ട് തയ്യാറാക്കി നിൽക്കുന്ന സമ്പ്രദായങ്ങളില്ല. മറിച്ച് അന്നത്തെ നാട്ടിലെ പ്രമുഖന്മാരായിരിക്കുന്ന ജന്മിമാരോട് പറയും. ആ ജന്മിമാർ ആ നാട്ടിലെ യുവാക്കളെ, ചെറുപ്പക്കാരെ കായിക പരിശീലനമൊക്കെ കൊടുത്ത് തയ്യാറാക്കി നിർത്തും. ഞാൻ പറയുന്നത് കേട്ടാലേ ഇതിൻ്റെ പൊരുൾ പിടികിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ആ ജന്മി കുറേ യുവാക്കളെ കായിക പരിശീലനം കൊടുക്കാൻ വേണ്ടി ഒരു വലിയ ഒരു മൈതാനമോ ഒരു പുരയിടമോ ഒക്കെ തിരഞ്ഞെടുക്കാം. അവരതിന് മുൻപായിട്ട് ഒരു ചെറിയ ക്ഷേത്രം സ്ഥാപിക്കും. ആ ക്ഷേത്രത്തിൽ അവരൊരു ദേവി പ്രതിഷ്ഠ നടത്തും. ആ ദേവിയെ സ്തുതിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഇവിടെ കളരിപ്പൈ, ഇപ്പോൾ പോകുന്ന വഴിക്ക് കളരിപ്പൈറ്റ് എന്ന സ്ഥലം കണ്ടു. അവിടെ ഒരു പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു ദേവതാ സാന്നിധ്യം കാണാനാണ് സാധ്യത. ഞാൻ കയറി നോക്കിയില്ല. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഈ പറയുന്ന കളരി പഠിപ്പിക്കുന്ന സ്ഥലം അത്ര ക്ഷേത്രങ്ങൾക്ക് പണ്ട് പറയുന്ന കളരി ക്ഷേത്രമെന്ന് തന്നെയാണ്. അത് കണ്ടാൽ തന്നെ അറിയാൻ എലികളോട് കൂടിയതാണ്. എനിക്ക് ഈ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ലക്ഷണം കണ്ടിട്ട് ഇതിന് കളരി ക്ഷേത്രമായിരുന്നിട്ടുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്നു. എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ ദേവതയെ സ്തുതിച്ചുകൊണ്ടാണ് അവരുടെ യുദ്ധ പരിപാടികളൊക്കെ ആരംഭിക്കുക. ഓർക്കുക, നിങ്ങൾ വടക്കൻ വീരഗാഥ പോലെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ അതിനകത്ത് പണ്ട് പറയും നസീർ സത്യനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എൻ്റെ ലോകനാർക്കാവിൽ അമ്മേ എന്ന് പറയാനല്ലേ. ആ ലോകനാർക്കാവിൽ അമ്മ എന്ന് പറയുന്നത് ഒരുതരം ഗജലക്ഷ്മി ഭാഗമാണ്. ഇതേടെ സിനിമയുടെ കാര്യം ഇവിടെ എന്താ കാണാൻ പ്രസക്തം ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ പറയുന്നത്. ഇല്ലേ, പ്രസക്തമല്ലാത്തത്, കാലികമായ പ്രസക്തമല്ലാത്ത ഒന്നും ഞങ്ങൾ പറയാറില്ല എന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ നോക്കാം. നമ്മുടെ മക്കൾ വെളിയിലുണ്ട്, പട്ടാളത്തിലുണ്ട്, ആർമിയിലുണ്ട്, മർച്ചൻ്റ് നേവിയിലുണ്ട്, അങ്ങനെ വലിയ വലിയ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പലപ്പോഴും പ്രതിസന്ധികളിടയിലാണ്. ഇസ്രായേലിലുണ്ട്, ഇറാഖിലുണ്ട്, ലെബനിലുണ്ട്, ഇപ്പം കാനഡയിലുണ്ട്. അവിടെയൊക്കെയുള്ള ആൾക്കാരവിടെ കഴിയുമ്പോൾ അവരുടെ അമ്മമാർ, അച്ഛന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് മനസ്സുകൊണ്ട് വേദനിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊഴാൻ വരുമ്പോൾ പറയും, അമ്മേ ദേവി അവിടെ കലാപം ഉണ്ടായെന്ന് കേട്ടു, ഇവിടെ കലാപം ഉണ്ടായെന്ന് കേട്ടു, പാകിസ്ഥാനിലെ, ചൈനയിലെ, ലേയിലെ, ലഡാക്കിലെ അമ്മേ 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 എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഓളാത്ത അമ്മ ഇറങ്ങി അവിടെ ചെല്ലുന്നത് ഗജലക്ഷ്മി രൂപത്തിലാണ്. നമ്മുടെ കുഞ്ഞിനെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ആങ്ങളെ, നമ്മുടെ മക്കളെയൊക്കെ രക്ഷിക്കാൻ. അപ്പോൾ ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട. പുറത്താരെങ്കിലും നമ്മുടെ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ഭർത്താവോ ആങ്ങളമാരോ അങ്ങനെയൊക്കെയുള്ള അമ്മാവന്മാരോ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർ പ്രതിസന്ധിയിലാണെങ്കിൽ മർച്ചനേതിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഒരാപത്തും കൂടെ അതിൻ്റെ ഓളോത്തമ്മയെ കത്തുകൊള്ളണേ എന്ന് ബന്ധപ്പെട്ട ഒരു ഉടനെ വിളിക്കുമ്പോൾ വല്യമ്മ ഈ ലക്ഷ്മിയായിട്ട് അവിടെ ചെല്ലും. അങ്ങനെയുള്ളവർ വിളിക്കൂ, ഓം ഗജലക്ഷ്മി നമഃ. ഗജലക്ഷ്മീ നമഃ. ജയ ജയ ദുർഗനാശിനി കാമിനി സർവബലപ്രദശാസ്ത്രമയേ പരിജനമണ്ഡിതലോകമുനേ ഹരിഗണപ്രമസുപൂജിതസേവിത താമനിവാരണ പാദയുതേ ഇനി നമ്മൾ അഞ്ചാമത്തെ ലക്ഷ്മിയിലേക്ക് പോവുകയാണ്. ഇത് സന്താന ലക്ഷ്മിയാണ്. ദാ ഇവിടെ തുടങ്ങും പൂജ. നോക്കുക, എനിക്ക് തോന്നുന്നു നിമിത്തം ശാസ്ത്രപ്രകാരം ഇവിടെയുള്ള ആൾക്കാരെല്ലാം സന്താനങ്ങളെ കൊണ്ട് സൗഭാഗ്യമുള്ളവരാണെന്ന് തോന്നുന്നു. സന്താന ദുഃഖം അനുഭവിക്കുന്നത് വളരെ കുറവാണെന്നാണ് ഞാൻ വേണ്ടി വന്നാൽ മനസ്സിലാക്കേണ്ടത്. കാര്യം മറ്റുള്ള ദേവിയിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ ആ ദേവി ഇരിക്കുന്നത് കൊണ്ട്. എനിവേ, സന്താനമില്ലാത്ത ആൾക്കാർ സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഉള്ള സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ട രക്ഷിതാക്കളായിട്ടുള്ള ആൾക്കാരെല്ലാവരും നമ്മുടെ കോളത്തമ്മയെ സ്മരിച്ചുകൊണ്ട്, അല്ലയോ അമ്മേ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അല്ലയോ ഭഗവതി, എൻ്റെ കുഞ്ഞിന് അറിവ്, അഴക്, ആയുസ്, അറിവ്, അഴക്, ആയുസ്, അറിവ്, അഴക്, ആയുസ്, ആരോഗ്യം. സീരിയലാണെന്ന് ഞാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ മറന്നു പോകുന്നു.
അറിവും അഴകും ആയുസ്സും ആരോഗ്യം കൊണ്ടാണ് പ്രാർത്ഥിച്ചത്. കണ്ണടച്ച് മക്കളുള്ളവര്, കൊച്ചുമക്കളുള്ളവര് ഒരു നിമിഷം അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റുവാങ്ങുമ്പോൾ ഇതാ പോളോത്തമ്മ നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ചെല്ലുന്നു. സന്താന ലക്ഷ്മി ഭാവത്തിൽ നോക്കിക്കേ, ഇതാണ് വിജയലക്ഷ്മി. ചിലരൊക്കെയുണ്ട് ഏത് സംരംഭത്തിൽ ഇറങ്ങി തിരിച്ചാലും അടിക്കടി പുരോഗതി. കേവലം ഒരു കറക്ക് ചായ കട, കറക്ക് ചായ വിൽക്കുന്ന പിന്നെ പെട്ടിവണ്ടിക്ക് അത് കറക്ക് ചായ വിൽക്കുന്ന കട. ഇപ്പം ചായ കുടിക്കാൻ വന്നു ചോദിച്ചോ ഗോപാല ചേട്ടാ കടിയൊന്നും ഇല്ലയോടാ. അവൻ പിറ്റേ ദിവസം 1 കിലോ പരിപ്പിൻ്റെ പരിപ്പ് വട. അപ്പം പിറ്റേ ദിവസം വന്നാൽ പറഞ്ഞു പരിപ്പ് വട ഉണ്ട, ഉഴുന്നുവടയൊന്നും ഇല്ലയോ? ഉഴുന്ന് വട. അപ്പോൾ കൊച്ചാട്ടു 2 പഠിക്കാൻ പോയ ആൾക്കാർ മുട്ട ഓംലേറ്റ് വല്ലതും ഉണ്ടോ? അതും കൊള്ളാം. തട്ടിൻ്റെ പുറത്ത് മുട്ട ഓംലേറ്റ് കയറി. അങ്ങനെ മെല്ലെ ഗോപാലകൃഷ്ണൻ്റെ കട അങ്ങ് പുരോഗമിച്ചു. തിരുവനന്തപുരത്ത് 4 ഹോട്ടലിൻ്റെ ഉടമയാണ്. നിങ്ങൾ കിറ്റക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും, സാമു ജേക്കബ്. നിങ്ങൾ വി ഗാർഡ് എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഗോദ്രേജ് എന്ന് പറഞ്ഞ ആളിനെ കേട്ടിട്ടുണ്ട്. കൊച്ചു പൂട്ടുണ്ടാക്കി വീട് വീരാന്തരം കൊണ്ടുവരുന്ന വിറ്റവരാണ്. ചിലരൊക്കെ ഏത് പ്രവൃത്തിയിൽ ഇറങ്ങി തിരിച്ചാലും വളരെ വേഗത്തിൽ വിജയത്തിലേക്ക് പോകും. ഈശ്വരാധീനം. ചിലരുണ്ട് എന്ത് ചെയ്താലും നശിച്ച് നാറാണം കല്ലടിച്ച് കടം വാങ്ങിച്ചാൽ അവന് കൊടുക്കാനില്ല, ലോണെടുത്ത് അടയ്ക്കാനില്ല. ആഗ്രഹങ്ങളുടെ പിന്നാലെ പ്രയാണം ചെയ്ത് നശിച്ച് നാറാണക്കല്ല് അടിച്ചിട്ടുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. പ്രിയമുള്ളവരെ, ഏതായാലും നിങ്ങളുടെ സംരംഭങ്ങളൊക്കെ വിജയിക്കണമെങ്കിൽ കോളാത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടായേ പറ്റൂ. ആ കോളാത്തമ്മയെ നമസ്കരിച്ചുകൊണ്ട് ഏത് സംരംഭത്തിൽ ഇറങ്ങി തിരിച്ചുകൊള്ളൂ. നിങ്ങളുടെ എല്ലാം ലക്ഷ്യത്തിലെത്തിച്ചേരും. കാരണം അമ്മ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നിങ്ങളെ വിജയിപ്പിക്കാനുള്ള ലക്ഷ്മി ഭാവത്തിലാണ്. വിജയലക്ഷ്മിയെ സ്തുതിക്കാം. ഇനി ആർക്കും വേണ്ടാത്ത ഒരു ലക്ഷ്മി അവിടെ ഇരിക്കുന്നു. ബാക്കിയെല്ലാം കുറവയൊക്കെ ഇട്ട് ആളുകളുടെ പൂജയിലൊക്കെ പങ്കെടുത്തു. എൻ്റെ പോളോത്തമ്മേ, ആ ലക്ഷ്മിയെ ഇവർക്കാർക്കും പൂജിക്കാൻ താല്പര്യമുള്ളതായിട്ട് തോന്നുന്നില്ല. അമ്മേ, എനിക്ക് വേണം. എനിക്ക് ആ ലക്ഷ്മിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് വേണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് വേണം. ഞാൻ ആ ലക്ഷ്മിയുടെ പുറത്ത് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ആ ലക്ഷ്മിയെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ആരായിരിക്കും ആ ലക്ഷ്മി? അതാണ് സാക്ഷാൽ വിദ്യാലക്ഷ്മി. അതാണ് വിദ്യാലക്ഷ്മി. ആത്മജ്ഞാനത്തിലേക്ക് നമ്മളെ കൈപിടിച്ചെടുത്തുകൊണ്ട് ആ പരമമായ സത്യത്തെ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന എനിക്ക് വിദ്യാലക്ഷ്മി അല്ലാതെ പിന്നെ ഏത് ലക്ഷ്മിയാണ് ആവശ്യം? അതുകൊണ്ട് എനിക്ക് വേണം എൻ്റെ പ്രിയപ്പെട്ട പോളോത്തമ്മേ ദേവി. അവിടുന്ന് വിദ്യാലക്ഷ്മിയായി എന്നെയും ഇത് കേൾക്കുന്ന ഇവരെ ഏവരെയും, പൗരാണികരെയും തിരുമേനിയും ഏവരെയും അനുഗ്രഹിച്ചാലും. ഓം വിദ്യാലക്ഷ്മിയേ നമഃ. ഓം വിദ്യാലക്ഷ്മിയേ നമഃ. Yeah.
അവസാനത്തെ ലക്ഷ്യം, എട്ടാമത്തെ ലക്ഷ്യം, എല്ലാവരും ആഗ്രഹിക്കുന്ന ലക്ഷ്യം, എല്ലാവർക്കും വേണ്ട ലക്ഷ്യം, എല്ലാവർക്കും വേണ്ടുന്ന ലക്ഷ്യം, ആ ലക്ഷ്മിയുടെ സാന്നിധ്യവും കൂടി അമ്മേ ഓളോത്തമ്മേ ഞങ്ങൾക്കുണ്ടാകണമേ. ആ ലക്ഷ്മി ആരായിരിക്കുമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ആ ലക്ഷ്മി സാക്ഷാൽ ധനലക്ഷ്മി. നിങ്ങൾക്ക് ധനം എത്രത്തോളം വേണമെങ്കിലും ഉണ്ടാവട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ കൈവശം ധനം ഇരിക്കുകയും നമ്മുടെ തൊട്ടടുത്ത് വേദന അനുഭവിക്കുന്ന ഒരാളെ കാണുകയും ചെയ്താൽ, നമ്മുടെ കണ്ണ് അവരുടെ മേൽ പതിയാതിരുന്നാൽ ആ ധനം നിഷ്ഫലം. തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ താഴത്തു പാൽ ചേറിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കുന്ന തപോനിധിക്ക് പോലും ചാരിതാർത്ഥമില്ലാത്ത ഈ ഭൂമിയിൽ അവരന് വേണ്ടി അകർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി ചമഞ്ഞു ചെയ്യും അപചയ കർമ്മം അവന് വേണ്ടി മാത്രമെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള മഹാശിഷ്യന്മാർ ജനിച്ച നാട്ടിൽ അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് പഠിപ്പിച്ച നമ്മുടെ നാട്ടിൽ നമ്മുടെ അയലത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രശ്നമുണ്ടായാൽ കണ്ടില്ലെന്നടിക്കൽ. പരീക്ഷയെല്ലാം കഴിഞ്ഞ് കുട്ടി +2 പഠനമൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം തയ്ഞ്ഞിരിക്കുകയായിരിക്കും. അവർ ഇച്ചിരി ബുദ്ധിമുട്ടുന്നുണ്ടാവാം. അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന സൗജന്യം ഒരു കൈ കൊണ്ട് കൊടുത്തിട്ട് 16,000 ചെവി കൊണ്ട് വിളിച്ച് നാക്കുകൊണ്ട് വിളിച്ച് പറയാനല്ല, ഒരു 10 നോട്ട് ബുക്ക് പാവപ്പെട്ടവർക്കാണെങ്കിൽ. ഈ കമലാക്ഷി പിന്നെ അവിടെ പണപ്പെടുത്തിപ്പോൾ മുക്കൊക്കെ വാങ്ങിച്ചോടി ചോദിച്ചാൽ ഞാൻ എന്താ പറയാനതാണ് ചെറുക്കനെ മോൻ കുറേ ബുക്ക് വാങ്ങിച്ചാണ്ട് അപ്പം അവനോട് കുറേ നോട്ട് കൂടെ വാങ്ങിച്ചു. എന്തിനെല്ലാം കൂടെ അവിടെ വരാൻ പറ, അല്ലെ ഞാൻ അങ്ങോട്ട് വരാം. നമ്മൾ കൊടുക്കുന്നത് അവരെ പിടിച്ചേൽപ്പിക്കുന്നവരാണ് ദാനം. അല്ലെ ബുക്കിൻ്റെ വാടി ഞാൻ തരാം എന്നിട്ട് 4 പേരുടെ പറച്ചിലല്ല. അന്യർക്ക് വേണ്ടി കണ്ണുനീര് നമ്മുടെ മനസ്സ് പിടയണം. മനസ്സിലായോ? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വലിപ്പം പറയാനല്ല, 5ാം ക്ലാസ്സിൽ എൻ്റെ മകളെ 10 സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ അവളോടെ പറഞ്ഞു, മക്കളെ ഇത് മതി, ഈ ബാഗ് കരഞ്ഞെടുത്ത ബാഗിൻ്റെ കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിച്ച് പറഞ്ഞു, അച്ഛാ ക്ലാസ്സിൽ വന്നൊരു കുട്ടിയുടെ ബാഗ് നന്നായിട്ട് കീറിയതാച്ചാ, ഒരു ബാഗ് വാങ്ങിച്ചു കൊടുക്കാവോ അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതായിപ്പോയി. കാര്യം ഒരു കൊച്ചുകുട്ടിയുടെ ധൈര്യം കണ്ടിട്ടൊരു ബാഗ് വാങ്ങിച്ചു കൊടുക്കാമോ അച്ഛാ എന്ന് എന്നോട് ചോദിക്കത്തക്ക കാരുണ്യം എൻ്റെ മകനുണ്ടല്ലോ. മോള് പറയുന്ന വില ഇപ്പോൾ എത്ര ബാഗ് വേണ്ട അച്ഛൻ വാങ്ങിച്ചു തരാം. എൻ്റെ ഭാര്യ പറഞ്ഞു, ബാഗൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളതാണ്, പക്ഷേ കാലം മോശമാണ്. നിങ്ങൾ ദാനം ചെയ്യാൻ പോകും, ദാനം സ്വീകരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടോ ആ മാനക്കേടോടെ തോന്നിയാൽ പിന്നെ പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് ചോദിച്ചിട്ട് മാത്രം മതി എന്ന് പറഞ്ഞത് ചെയ്തിട്ടില്ല എന്ന് കൂടി പറയാൻ മടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ കാരണം നമ്മളുണ്ടാവണം. അതിനൊക്കെയുള്ള കഥകളൊന്നും ഉച്ചയ്ക്ക് പറയാം, ഇപ്പം ഇവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഏവർക്കും ധനമുണ്ടാവട്ടെ. ആ ധനലക്ഷ്മിയുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചോ? ഇല്ലല്ലോ. ഓം ധനലക്ഷ്മി നമഃ. നമ്മുടെ ലക്ഷ്മി പൂജ കഴിഞ്ഞു. ഇനി നമ്മൾ പെട്ടെന്ന് പരമേശ്വര പൂജയിലേക്ക് നീങ്ങാണ് ചെയ്യുന്നതിൻ്റെ അവിടെ നീങ്ങിക്കേണ്ട. പരമേശ്വര പൂജ അവിടെ കഴിഞ്ഞാൽ മാത്രം മതി. ഇതാ പരമേശ്വരനെ പൂജിക്കുന്നു. നമ്മുടെ നാട്ടിലേക്ക് വന്നാലേ എല്ലാവരും പരമേശ്വര പൂജയ്ക്ക് തയ്യാറായിക്കൊള്ളൂ. ഇച്ചിരി തിരക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഹരി ഓം ഹരി ഓം. എല്ലാവരും തൊഴുതാട്ടെ, കണ്ണടച്ചാട്ടെ. എല്ലാവരും കണ്ണടച്ചോളൂ. ഉള്ളുകൊണ്ട് നിങ്ങൾ ഈ ഇരിക്കുന്നത് കൈലാസവാസിയായിരിക്കുന്ന പരമേശ്വരനാണെന്ന് വിചാരിച്ചാണ് കണ്ണടച്ച് പ്രാർത്ഥിക്കണം. അല്ലയോ ശ്രീ പരമേശ്വര, അവിടുന്ന് എപ്രകാരമാണോ പാർവതി ദേവിയുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കുന്നത്, അതുപോലെ കാമനകൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന മോന് ജോലി, മോടെ കല്യാണം, വിദ്യാഭ്യാസം, പഠിത്തം, ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോഴും ആഗ്രഹിച്ചോളൂ. ഒരു കാര്യം ഉള്ളുരുകി അത് സാധിച്ചു തരണമേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കണം. ആരെയും ബോധിപ്പിക്കാനല്ല. ഹേ ശ്രീ പരമേശ്വര, പരമേശ്വര ദേവ 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 എന്നുള്ളുരുകി പ്രാർത്ഥിച്ച് ഓം വന്ദേ ശംഭുമാപതി സ്വരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ വന്നകഭൂഷണം
മൃഗതരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കവന്യനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ശവരദം വന്ദേ ശിവം ശങ്കരം. ഇത് നേരിട്ടുള്ള ശിവപൂജയാണ്, വിഗ്രഹപൂജയല്ല. ഈ ശിവൻ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആ സങ്കല്പത്തിൽ കണ്ണു തുറന്നുകൊണ്ടും പൗരാണികർ ഭംഗിയായിട്ട് ചൊല്ലുക പാവന മന്ത്രം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ എങ്ങനെയാണ് നമശിവായ ചൊല്ലണമെന്ന് പറഞ്ഞു തരും. അതനുസരിച്ച് മറ്റൊരു കാര്യത്തിലും വ്യാപരിക്കരുത്. ഒരു ഫോൺ വന്നാൽ ചുമ്മാ അടിച്ചു കൊല്ലട്ടെ, ഇപ്പോഴേ ആ നാമം ജപിക്കുക. ശ്രീ പരമേശ്വര പൂജ, മഹേശ്വര പൂജ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. ചൊല്ലുക പാവനമന്ത്രം ഓം നമഃ ശിവായ. ചൊല്ലുക പാവനമന്ത്രം ഓം നമഃ ശിവായ. മന്ത്രം ഓം നമഃ ശിവായ. ഉയർത്തും മന്ത്രം ഓം നമഃ ശിവായ. മന്ത്രം ഓം നമഃ ശിവായ. ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം
പാർവതി പരിണയം എന്ന ആ മഹത്തായ ചടങ്ങ് കൂടി നിർവഹിച്ചാൽ രണ്ടാം ഭാഗം ചൊല്ലി നമ്മുടെ ഉച്ചയ്ക്കുള്ള ഭാഗവത പാരായണം അവസാനിക്കും. അപ്പോൾ ആ ഭാഗം എടുത്തു വെച്ച് ഒന്ന് വായിക്കും, എല്ലാവരും സഹകരിക്കും. ഇച്ചിരി കഴിഞ്ഞേ തരത്തുള്ളൂ. വെള്ളം ഇത് കഴിഞ്ഞേ തരത്തുള്ളൂ. ഓം നമോ നമഃ ശിവായ. ഓം നമോ നാരായണായ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ജന്മങ്ങളിൽ ഘോരതപസ്സും ഭയമേതവും ചെയ്തു പുണ്യോ നേടിയാലും പിതൃത്വം ലഭിക്കൂ. ഹിമാലയത്തിൽ മകളായി പിറന്നു ജഗദംബിക. ഹിമാലയത്തിൽ മകളായി പിറന്നു ജഗദംബിക. ഈ ഇരിക്കുന്നത് ശ്രീ പരമേശ്വരൻ പാർവതിയുമാണ്. എല്ലാവരും തൊഴുതോടു. നമുക്ക് അർത്ഥം തുടങ്ങുന്ന മുമ്പായിട്ട് ഓം വാഗർത്താവിവ സംവർദ്ധൗ വാഗർത്ത പ്രതിപത്തിയേര ജഗദപ്പികരൗ വന്ദേ പാർവതി പരമേശ്വര. ഓം
ഹ്രീം നമ ശിവായ 6 പ്രാവശ്യം ചെല്ലുന്നത്. ഓം ഹ്രീം നമ ശിവായ. 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 ഓം ഹ്രീം നമ ശിവായ.